ഹായ് ഓൾ, നമുക്കിന്ന് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സാലറി, പ്രൊമോഷൻ, അതുപോലെ തന്നെ ജോബ് നേച്ചർ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ആദ്യം നമുക്ക് സാലറിയിലോട്ട് വരാം. നമുക്ക് സിവിൽ എക്സൈസ് ഓഫീസറായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാളുടെ സാലറി എന്ന് പറയുന്നത് ബേസിക് പേ 27,900 അപ്പോൾ നമുക്കറിയാം 27,900 എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് അലവൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിഡക്ഷൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഡിഡക്ഷൻസ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ അലവൻസ് എന്തൊക്കെയാണെന്നും നമ്മൾ പറയാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വേരി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹൗസ് റെൻ്റ് അലവൻസ് അത് പഞ്ചായത്തിലാണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലേക്കും കോർപ്പറേഷനൊക്കെ വരുമ്പോഴത്തേക്കും അവിടെയാണ് നിങ്ങളുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വേരി ചെയ്യുന്നതുകൊണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഡിഡക്ഷൻസ് നമ്മുടെ GPF, SLI പോലുള്ള ഡിഡക്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അതും ഓരോ ആൾക്കാർക്കും വേരി ചെയ്യും. ചില ആൾക്കാർ PF-ലോട്ട് കൂടുതൽ പൈസ ഇടും, ചിലർ മിനിമം എമൗണ്ടേ ഇടാറുള്ളൂ. അപ്പം അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഇൻ ഹാൻഡ് എത്ര കിട്ടുമെന്നുള്ളത് തീരുമാനിക്കുന്നത്. എന്നിരുന്നാൽ പോലും ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് നിലവിലെ സ്ഥിതി വെച്ചിട്ട് എന്തായാലും ഒരു 30,000 പ്ലസ് നമുക്ക് ഇൻ ഹാൻഡായിട്ട് സാലറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സാലറി തന്നെയാണ് സിവിൽ എക്സൈസ് ഓഫീസർ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ കിട്ടുന്നത്. അടുത്ത നമുക്ക് ജോലിയുടെ പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു ജോലിയിൽ പ്രവേശിക്കുമ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആകാംക്ഷ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ജോലിയുടെ പ്രൊമോഷൻ സാധ്യതകൾ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ജോലി തന്നെയാണ് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റേത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ CO ആയിട്ട് അഥവാ സിവിൽ എക്സൈസ് ഓഫീസറായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാളുടെ ഫസ്റ്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത് PO അഥവാ പ്രിവെൻറ്റീവ് ഓഫീസർ എന്നുള്ളതാണ്. ധാരാളം ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞൊരു പോസ്റ്റാണ് PO അഥവാ പ്രിവെൻറ്റീവ് ഓഫീസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു റെപ്യൂട്ടേഷനും അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസും ഒക്കെ ഉള്ളൊരു പോസ്റ്റ് തന്നെയാണ് PO അഥവാ പ്രിവെൻറ്റീവ് ഓഫീസർ എന്ന് പറയുന്നത്. പ്രിവെൻറ്റീവ് ഓഫീസർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത് ലഭിക്കാൻ പോകുന്ന പ്രൊമോഷൻ എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടറാണ്. അതായത് ഒരു 1 സ്റ്റാർ പോസ്റ്റാണ്. നമ്മുടെ പോലീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ റാങ്കിന് തുല്യമായിട്ടുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് 2 സ്റ്റാറിലോട്ടുള്ള ഒരു പ്രൊമോഷനാണ് എക്സൈസ് ഇൻസ്പെക്ടർ. നമുക്ക് എല്ലാവർക്കും അറിയാം പോലീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ SIക്ക് സമാനമായിട്ടുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പോസ്റ്റാണ് EA അഥവാ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സോഷ്യൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ പവറും ഒക്കെ കിട്ടുന്ന ഒരു പോസ്റ്റാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. എക്സൈസ് ഇൻസ്പെക്ടറിൽ നിന്ന് അടുത്ത് ലഭിക്കാൻ പോകുന്ന പ്രൊമോഷൻ എന്ന് പറയുന്നത് CA അഥവാ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ നമുക്കറിയാം ഒരു 3 സ്റ്റാർ പോസ്റ്റാണ് സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതൊരു ഗസറ്റഡ് പോസ്റ്റും കൂടിയാണ്. അപ്പോൾ അത്രയധികം പവറും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും ആ പോസ്റ്റ്. അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരിക്കും. ഒരു സർക്കിളിൻ്റെ മൊത്തം ഉത്തരവാദിത്തങ്ങളുള്ളൊരു പോസ്റ്റാണ് സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഇത്രയൊക്കെ ലെവലിലോട്ട് എത്താൻ പറ്റാറുള്ളൂ, അത്യാവശ്യം ചെറിയ ഏജിൽ കയറുന്ന ആൾക്കാർക്ക് പോലും. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിലോട്ട് വേക്കൻസികൾ വളരെ കുറവായതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ അഡീഷണൽ വേക്കൻസികളും വന്നാൽ നല്ല രീതിയിൽ റിട്ടയർമെൻ്റ് ഒക്കെ വന്നാലേ നമുക്ക് മേളിലോട്ട് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. എന്നായിരുന്നു പോലും അടുത്ത പോസ്റ്റ് ലിസ്റ്റ് പറഞ്ഞേക്കാം. സർക്കിൾ ഇൻസ്പെക്ടർ കഴിഞ്ഞിട്ട് വരുന്ന പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ, അതിനുശേഷം ഡെപ്യൂട്ടി കമ്മീഷണർ അഥവാ DC, അതിനുശേഷം ജോയിൻറ്റ് കമ്മീഷണർ അഥവാ JC എന്ന് പറയും. അപ്പോൾ ഇത്രയുമാണ് കേരള PSC വഴി അപ്പോയിൻമെൻറ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന പ്രൊമോഷൻ സാധ്യതകൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ജോലിയുടെ ഒരു നേച്ചർ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഒരു ജോബ് നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് പറയാനുള്ളത് വർക്ക് ലൈഫ് ബാലൻസ് ആണ്. അപ്പോൾ നിങ്ങൾ സിവിൽ എക്സൈസ് ഓഫീസർ ജോലി നേടാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെ ആയാലും സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഈ ജോലി മറ്റൊരു ജില്ലയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമുക്ക് സ്വന്തം ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ എന്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, വീടിനടുത്തുള്ള സ്റ്റേഷനുകളിൽ പോസ്റ്റിംഗ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നടക്കും, അതുപോലെ തന്നെ ജോലിയും കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്ത് നമുക്കൊരു പ്രോപ്പർ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളൊരു ജോലി തന്നെയാണ് ഇത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് യൂണിഫോം പോസ്റ്റുകളെല്ലാം നോക്കിക്കഴിഞ്ഞാലും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഒരു സോഷ്യൽ സ്റ്റാറ്റസും കാര്യങ്ങളെല്ലാം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൂടുതൽ തന്നെയായിരിക്കും. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ പറഞ്ഞു, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സാലറി തന്നെ സ്റ്റാർട്ടിങ് ജോലി പ്രവേശിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി പൈസ കിട്ടുമെന്ന് വിചാരിക്കേണ്ട, നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ശമ്പളം നമുക്ക് ജോലി പ്രവേശിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ഡ്യൂട്ടിയാണ്. നമുക്കറിയാം കുറച്ചുകൂടെ സോഷ്യൽ ഇൻട്രാക്ഷനും പബ്ലിക് ഇൻട്രാക്ഷനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേത്. പിന്നെയുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓഫീസ് വർക്കും ഉണ്ടാവും, അതുപോലെ തന്നെ ഫീൽഡ് വർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് മടുപ്പോ കാര്യങ്ങളോ തോന്നത്തില്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട് ചെയ്യണം, കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എക്സൈസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലീവിൻ്റെ കാര്യമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലീവ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം മനസ്സിലുണ്ടായിരിക്കണം, എപ്പോഴും സ്വന്തം ജില്ലയിൽ തന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാലേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. പിന്നെ യൂണിഫോം ജോലി ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ലീവ് കിട്ടിയില്ല എന്നൊക്കെ വരാം. അപ്പോൾ അതെല്ലാം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേണം യൂണിഫോം ജോലിയിലേക്ക് വരാനായിട്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു വർക്ക് ലൈഫ് ബാലൻസ്, ഒരു പ്രോപ്പർ വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ജോലിയുടെ ചലഞ്ചസ് നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് സ്ട്രെസ്സാണ്. നമ്മൾ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതി പോലെ ഇരിക്കും. നമ്മൾ ഒട്ടും ഇഷ്ടപ്പെടാണ്ടും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും സ്ട്രെസ് അടിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലഹരി അങ്ങനെ നാർക്കോട്ടിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കേസുകളിലൊക്കെ ഇൻവോൾവ് ആവും. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് എൻജോയ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അതല്ല അതിനോടൊക്കെ ഒരു മടുപ്പാണെങ്കിൽ നമുക്കതൊരു സ്ട്രെസ്സായിട്ട് തോന്നാം.
അതുപോലെ തന്നെ ഡ്യൂട്ടി പ്രഷർ. നമുക്ക് പറഞ്ഞു യൂണിഫോം ജോലി ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യണ പോലെ നടക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ലീവ് പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ചിലപ്പോൾ ലീവ് ക്യാൻസൽ ആകാം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ ലീവിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ വരേണ്ടി വരാം. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെല്ലാം എല്ലാ യൂണിഫോം ജോലിയിലും ഉള്ളതാണ്. അത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട്, തീർത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാൽ പോലും മറ്റ് യൂണിഫോം ജോലികൾ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിനെയൊക്കെ അത് ഡിപ്പെൻഡ് ചെയ്യും. അടുത്ത ഹൈറാർക്കൽ പ്രോബ്ലം. എല്ലാ യൂണിഫോം ജോലിയിലും ഉള്ളതുപോലെ തന്നെ എക്സൈസിലും ഹൈറാർക്കൽ പ്രോബ്ലം. അതായത് നമ്മൾ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പ്രോപ്പറായിട്ട് പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ തന്നിഷ്ടം പോലെയൊന്നും എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോൾ എക്സൈസ് മാത്രമല്ല, എല്ലാ യൂണിഫോം ജോലിയിലും ആ ഒരു പ്രശ്നമുള്ളതാണ്. അതിൻ്റെ ഒരു കുറച്ച് വശം നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് പരിശോധിച്ചിൽ നിന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് വേണം പറയാനായിട്ട്, മറ്റ് യൂണിഫോം ജോലികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. കാരണം അത്യാവശ്യം നല്ല പവറുണ്ട്, സാലറി ഉണ്ട്, സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ജോലി പ്രവേശിക്കുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് പോലെ ഇരിക്കും. എക്സൈസ് മാത്രം നല്ലതെന്ന് പറയുന്നില്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റും അത് നിങ്ങളുടെ ഓരോ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഏത് ജോലി സെലക്ട് ചെയ്താലും നിങ്ങളുടെ ഒരു ഇഷ്ടം കാര്യങ്ങളുണ്ടാവും. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിരുന്നാൽ പോലും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു യൂണിഫോം ജോലി തന്നെയാണ് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, താങ്ക്